ഹലോ ഗായ്സ്, നമ്മൾ കുറച്ചധികം നാളായിട്ടാണ് പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയേ. നമ്മൾ മുട്ടിൽ ഖത്തർ ബേക്കറിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കുഞ്ഞൊരു അക്കോറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള മീനുകളാണ്. ഹർഷുവിന് ഒന്ന് രണ്ട് മീനിനെയൊക്കെ പിടിക്കണം എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടെ തന്നെ നിൽക്കുകയാണ്. എങ്ങാനും കുളത്തിലേക്ക് എടുത്ത് ചാടിയാൽ നമുക്കൊരു പണിയാവുമല്ലോ. അപ്പോഴത്തേക്കും പൊന്നൂസിന് ഒരു സെറ്റ് കിട്ടിയ പൊന്നു അവിടെ പോയിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യാണ്. പതിവിൽ വിപരീതമായിട്ട് തിരക്ക് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ എത്തി. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അൽഫാം മന്തിയാണ്. നല്ല അടിപൊളി മന്തിയായിരുന്നു. ഫസ്റ്റ് ഞാനും പൊന്നൂസും കൂടിയാണ് കഴിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല, കാരണം ഹർഷു സമ്മതിക്കൂല. അതുകൊണ്ട് ഏട്ടൻ ഹർഷുവിനെയും കൂട്ടിയിട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു ബോളൊക്കെ വാങ്ങിക്കൊടുത്ത് ഹർഷുവിനെ ഏട്ടൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും പൊന്നൂസും കൂടെ കഴിച്ചതിന് ശേഷം വേണം ഏട്ടനെ വന്ന് ഫുഡ് കഴിക്കാൻ. ഹർഷു പിന്നെ ബോൾ കിട്ടി അതിൻ്റെ പുറകെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തോളും. അങ്ങനെ ഹർഷക്കുട്ടന് ഈ ബോൾ പോരാ തോന്നിയപ്പോൾ നേരെ കടയ്ക്ക് പോയിട്ട് ഇതിനേക്കാൾ വലുപ്പം നല്ല അടിപൊളി കളറുള്ള ഒരു ബോൾ ഇങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ ഒന്ന് രണ്ട് ബോൾ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഓണർ നമ്മളെ വേഗം തന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. എന്നാ എൻ്റെ ബോൾ തന്നേക്ക് അമ്മ എന്ന് പറഞ്ഞിട്ട് ഹർഷു വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി ഏട്ടൻ്റെ ഊഴാണ് കേട്ടോ. ഏട്ടൻ പോയി കഴിക്കാൻ പോവാണ്. എനിക്ക് എന്തായാലും നല്ല അടിപൊളിയായി ഇഷ്ടപ്പെട്ടു മന്തി. നമ്മൾ കുറച്ചധികം നാളിന് ശേഷം കഴിക്കുന്നതും കൊണ്ടാന്ന് തോന്നുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ഹർഷുവിനുള്ള ഫുഡൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഹർഷുവിന് കൊടുക്കുകയാണ്. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി.